5000 പുരുഷന്മാർ മാത്രം. ബൈബിൾ പറയുന്നത് എങ്ങനെ? പുരുഷന്മാർ മാത്രം 5000. ഇത് പോയിട്ടാ സ്ത്രീകളും കുട്ടികളും. തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവരിങ്ങനെ ഇരിക്കുക. ഇവരുടെ വിശപ്പ് ഇവർ മറന്നുപോയി, എല്ലാം ഇവർ മറന്നു. എന്നാൽ 3 ദിവസമായപ്പോൾ കർത്താവ് പറയാ, ഇവരെ ഇങ്ങനെ വിട്ടാൽ എന്ത് ചെയ്യും? ഇവർ വഴിയിൽ തളർന്ന് വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇത് മരുഭൂമിയാ. ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും, മറുഭാഗത്ത് പുരുഷന്മാർ മാത്രം 5000. കർത്താവിന്റെ മുമ്പിൽ നോക്കേ, 5 അപ്പവും 2 മീനും, 5000 പുരുഷന്മാരും, പിന്നെ ബാക്കി സ്ത്രീകളും കുട്ടികളും. എങ്ങനെ ഈ 5 അപ്പവും 2 മീനും യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു? ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? യേശുവിന്റെ കയ്യിലോട്ട്. ഇന്നത്തെ ദൂത് ഞാൻ വിളിച്ചു പറയാം. നിന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തെ, നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യത്തെ, നിന്നെ കൊണ്ട് നടക്കാത്ത കാര്യത്തെ ഇന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. കർത്താവ് ചിലവ് ദൈവത്തിന്റെ കൃപയാൽ, യേശുവിന്റെ നാമത്തിനാൽ നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ ചിലവ് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടുക. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് കണക്ക് കൂട്ടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും ഹരിച്ചും കുടിച്ചും ഒക്കെ ഇവരെങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് ദൈവാത്മാവിൽ പറയട്ടെ, നിന്നെ കൊണ്ട് സാധിക്കാത്തതിനെ, നിന്നെ കൊണ്ട് നടക്കാത്തതിനെ, നിന്നെ കൊണ്ട് പറ്റാത്തതിനെ ഇന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. ചിലത് സംഭവിക്കാൻ പോകുന്നു.